നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലും ലബനീസ് ഷിയ ഇസ്ലാമിക് മിലിറ്റന്റ് സംഘടനയായ ഹിസ്ബുള്ളയും തമ്മിലുള്ള അതിർത്തി സംഘർഷം അതിരൂക്ഷമായ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കകൾക്കിടയിൽ US ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചകൾക്കായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് വാഷിംഗ്ടണിലെത്തി. ലബനനിൽ ഒരു സമ്പൂർണ്ണ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ആക്രമണം നടത്തുമെന്ന് ശനിയാഴ്ച പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകി. ഒരു സെൻട്രൽ ഇസ്രായേൽ വിമാനത്താവളം, 2 പവർ പ്ലാന്റുകൾ, ഒരു ആണവ ഗവേഷണ കേന്ദ്രം, ഒരു കാർഗോ പോർട്ട്, ഗ്യാസ് ഫീൽഡ് എന്നിവയ്ക്ക് സമീപം കോർഡിനേറ്ററുകൾ പ്രദർശിപ്പിക്കുന്നതായി വീഡിയോയിൽ കാണാം. ലബനനിൽ ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ പ്രതിരോധം നിയന്ത്രണങ്ങളില്ലാതെ, നിയമങ്ങളില്ലാതെ, പരിധികളില്ലാതെ പോരാടുമെന്നാണ് ഹസൻ നസ്രല്ല പ്രതികരിച്ചത്. ഗാസയിൽ യുദ്ധത്തിന് തുടക്കമായപ്പോൾ തന്നെ ഇസ്രായേൽ ലബനൻ അതിർത്തി ഒരു യുദ്ധക്കളമാണ്. ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുവെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം. ഇസ്രായേൽ പ്രതിരോധ സേന പീരങ്കികളും വ്യോമാക്രമണങ്ങളും ഉപയോഗിച്ചാണ് ഇതിന് മറുപടി നൽകുന്നത്. ലബനനെതിരായ വ്യാപക ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയും തിരക്കിട്ട നീക്കത്തിലാണ്. ദക്ഷിണ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ. ഗാസയിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വടക്കൻ അതിർത്തിയിലേക്ക് വിന്യസിക്കുന്നതായി CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിർത്തി മേഖലയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ സൈനിക നടപടിയില്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇരു കൂട്ടർക്കും ആപത്കരമായിരിക്കും ഈ യുദ്ധമെന്നും നയതന്ത്ര നീക്കങ്ങളുടെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമം തുടരുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇസ്രായേൽ ലബനാൻ സംഘർഷം ഇല്ലാതാക്കാൻ ഗാസയിൽ വെടിനിർത്തൽ അനിവാര്യമാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഗാസയിൽ മാത്രമല്ല, ലബനന് നേരെയും വ്യാപക ആക്രമണത്തിന് മടിക്കില്ലെന്നാണ് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിനെ കൂടുതൽ തകർക്കാനാണ് നെതന്യാഹുവിന്റെ നീക്കമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് കുറ്റപ്പെടുത്തിയത്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിസ്ബുള്ള. ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ 1982 ഹിസ്ബുള്ള രൂപീകരിച്ചത്. 40 വർഷമായി സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇറാനിന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗമാണുള്ളത്. വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള. TV സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നു. നിയമവിരുദ്ധവും അല്ലാത്തതുമായി നിരവധി ബിസിനസ്സുകളിലെ കോടിക്കണക്കിന് ഡോളറുകൾ ഹിസ്ബുള്ള ഉണ്ടാക്കുന്നുണ്ട്. പല മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാനും സിറിയയുമുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളിലും ഹിസ്ബുള്ളയ്ക്ക് സഹായകമായി. ലബനനിലെ പർവ്വതങ്ങളിൽ സ്നൈപ്പർ റൈഫിളുകൾ, സ്കീഡുകൾ എന്നിവ ഉപയോഗിച്ച് പോരാളികൾക്ക് പരിശീലനം നൽകുന്ന ഹിസ്ബുള്ളയുടെ സമീപകാല വീഡിയോ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് 2000 സൈനികർ ഉണ്ടെന്നാണ് കണക്കുകൾ. കൃത്യമായ പരിശീലനം ലഭിച്ചവരാണിവർ. 30,000 പേരെ അധികമായി ചേർത്ത് സംഘം വിപുലീകരിക്കാനും സാധിക്കും. തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ, തുരങ്കങ്ങൾ, ഭൂഗർഭ സംഭരണ ഡിപ്പോകൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെട്ടുവെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഹിസ്ബുള്ളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമാണ് ഉള്ളത്. ഇത് നിർണായകമാണ്. അത് ഇസ്രായേൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.